ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. പിന്നെ റമദാൻ മാസമാണ്. എല്ലാവർക്കും റമദാൻ്റെ എല്ലാവിധ നന്മകളും നേർന്നുകൊണ്ട് ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നത് ഇന്നത്തെ കാലത്ത് നമ്മൾക്ക് വളരെ അത്യാവശ്യമായ അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. യുദ്ധത്തിനെ കുറിച്ചാണ്. നമ്മളെ ഈ യുദ്ധം എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരാൾക്കും യുദ്ധം കൊണ്ട് ഒരു നന്മയും ഉണ്ടായിട്ടില്ല എന്ന് മനസ്സിലാക്കണം. നമ്മൾ ആർക്കും യുദ്ധം എപ്പോഴും പരാജയം മാത്രമാണ് ഏതൊരു വ്യക്തികൾക്കായാലും നാടിനായാലും സമ്മാനിച്ചിട്ടുള്ളത്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഈ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ നമ്മൾ കാണുന്നത് യുദ്ധത്തിനെക്കുറിച്ച് വേണ്ടാത്ത കാര്യങ്ങളായിട്ടും വേണ്ടിയ കാര്യങ്ങളായാലും പലവിധ രീതിയിൽ ഇല്ലാ കഥകൾ, ഊഹാപോഹങ്ങൾ പ്രചരിപ്പിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയാണ് നമ്മൾ കാണുന്നത്. എന്തിൻ്റെ പേരിലായാലും യുദ്ധത്തിനെ ഒരിക്കലും നമ്മൾക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. അത് ആരായാലും, ഏത് പാർട്ടിയായാലും, ഏത് നാടായാലും യുദ്ധം ഒരിക്കലും നല്ലതല്ല. യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കുന്നതായിരിക്കുമില്ല, അവസാനിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അവസാനിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. സുഹൃത്തുക്കളെ, നമ്മൾക്ക് കേൾക്കുമ്പോൾ നമ്മളിവിടെ നാട്ടിലാണ്, നമ്മൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ നമ്മൾ കാണുന്നില്ല. പക്ഷേ സോഷ്യൽ മീഡിയയിലുള്ള കാര്യങ്ങൾ കാണുമ്പോൾ, സോഷ്യൽ മീഡിയയിൽ ജനങ്ങൾ പല രീതിയിലും, പല ആളുകളും, ഞാൻ പേരെടുത്ത് പറയുന്നില്ല, പല ആളുകളും ഈ സോഷ്യൽ മീഡിയയിലൂടെ ജനങ്ങളെ പേടിപ്പിക്കുകയും പാനിക്കാക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത്, ഈ ഒരു യുദ്ധം വന്നു കഴിഞ്ഞാൽ ആ യുദ്ധത്തിനെ സപ്പോർട്ട് ചെയ്യാതെ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി രണ്ട് കൂട്ടരെയും ആ യുദ്ധത്തിൽ നിന്ന് നമ്മൾ പിന്മാറാനാണ് പ്രാർത്ഥിക്കേണ്ടത്. രണ്ട് കൂട്ടർ അവർക്കെല്ലാം നല്ല മാനസികമായിട്ടുള്ള ഒരു എന്താ പറയുക, ജനങ്ങളോട് നല്ല നിലയിൽ വർത്തിക്കാനും നല്ല രീതിയിൽ ജനങ്ങളെ കാണാനും നല്ല ഭരണം കാഴ്ചവെക്കാനും അവർക്കെല്ലാം നല്ല മനസ്സുണ്ടാവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അല്ലാതെ യുദ്ധത്തിനെ സപ്പോർട്ട് ചെയ്ത് ഞാൻ ആ ഒരു പാർട്ടിയാണ്, അല്ലെങ്കിൽ ഞാൻ ഈ ഒരു ആളിൻ്റെ ആളാണ് എന്നൊക്കെ പറയുന്നതിൽ ഒരർത്ഥവുമില്ല. സുഹൃത്തുക്കളെ, നിങ്ങളൊന്ന് വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ തന്നെ മനസ്സിലാവും നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ്. എല്ലാവരും മനുഷ്യരാണ്. എല്ലാവരും ഒരു ദൈവത്തിൻ്റെ, അതല്ലെങ്കിൽ ഒരു ഈശ്വരൻ്റെ, ഒരു അള്ളാഹുവിൻ്റെ ഒരു സൃഷ്ടിയാണ്. അപ്പം അവർ എല്ലാവരും നമുക്ക് തുല്യരാണ്. ഒരാളും ഒന്ന് മോശമല്ല, ഒന്നിനും നല്ല, എല്ലാവരും ഒരുപോലെ തന്നെയാണ്. ചില ആളുകൾക്ക് കുറച്ച് ഐശ്വര്യം ഉണ്ടാകുന്നു, കുറച്ച് സാമ്പത്തികം ഉണ്ടാകുന്നു. അത് അവരുടെ പ്രവർത്തനത്തിൻ്റെ ഫലമായി, അവരുടെ കഠിനാധ്വാനത്തിൻ്റെ ഫലമായിട്ട് അവർക്ക് സാമ്പത്തികം ഉണ്ടാകും. ചില ആളുകൾക്ക് സാമ്പത്തികം കുറയുന്നു. ചില ആൾ എത്ര ശ്രമിച്ചാലും ചിലപ്പോൾ സാമ്പത്തികം കിട്ടാൻ പ്രയാസമായിരിക്കും. അങ്ങനെ പല രീതിയിലുള്ള ആളുകൾ, അതെല്ലാം ദുനിയാവിലുള്ള ചില ഒരു മായങ്ങളാണ്. ഈ മരിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ഒരുപോലെയാണ്, സമന്മാരാണ്. അതുപോലെ തന്നെ നമ്മളെ യുദ്ധത്തെയും കാണുന്ന എല്ലാവരും സമന്മാരാണ്. ആരും ഒന്നിനും കുറഞ്ഞ ആളുകളല്ല, ഒന്നിനും കൂടിയ ആളുകളല്ല. എത്ര കൂടിയാലും കുറഞ്ഞാലും അത് ഇവിടെ മാത്രമാണ്, ഈ പ്രപഞ്ചത്തിൽ മാത്രം. അവൻ ഈ ഭൂമിയിൽ നിന്നും അവൻ നശിച്ചു പോയി കഴിഞ്ഞാൽ, അവൻ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ, പിന്നെ അവനക്ക് കൂട്ടിനായുള്ളത് അവൻ്റെ നന്മ മാത്രമാണ്. അത് നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ട കാര്യം. അത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമെന്ന് എനിക്കറിയാം. എങ്കിലും നമ്മൾ പറയുന്ന കൂട്ടത്തിൽ ജസ്റ്റ് ഒരു അവയർനെസ് എന്ന രീതിയിൽ നമ്മൾ പറയുന്നത് മാത്രം. ചുരുക്കി പറഞ്ഞാൽ, ഈ യുദ്ധം കൊണ്ട് നമ്മൾക്ക് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാകുന്നുണ്ട്. നമ്മുടെ വേണ്ടപ്പെട്ട ഒരുപാട് ഫ്രണ്ട്സായിട്ടും, നമ്മുടെ റിലേറ്റീവായിട്ടും, ഫ്രണ്ട്സ്, നമ്മുടെ കൂട്ടുകാർ, നമ്മുടെ ഈ ബന്ധുക്കൾ, നമുക്ക് വേണ്ടപ്പെട്ടവർ, നാട്ടുകാർ, വീട്ടുകാർ, അയൽവാസികൾ, അങ്ങനെ ഒരുപാട് ആളുകൾ ഗൾഫിൽ ജോലി ചെയ്യുന്നുണ്ട്.
അവർക്കെല്ലാം വളരെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഉണ്ടായിട്ടുണ്ടാവാം. അതല്ലെങ്കിൽ അതിൻ്റെ പ്രശ്നങ്ങൾ അവർക്കും അനുഭവിക്കുന്നുണ്ടാവാം. അപ്പോൾ അതിനെല്ലാം ഒരു പ്രയാസവുമില്ലാതെ നല്ല രീതിയിൽ അവർക്ക് അവിടെ ജീവിക്കാനും ഒരു പ്രയാസവുമില്ലാതെ തിരിച്ച് നാട്ടിലെത്താനും സാധിക്കട്ടെ. യുദ്ധം ആർക്കും ഒന്നിനും ഒരു പരിഹാരമല്ല. യുദ്ധം ഒരിക്കലും ഒരു പരിഹാരമല്ല ഒന്നിനും. അതുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ സമാപിക്കുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്മകൾ മാത്രം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.